ഓം നമോ ഭഗവതി വാസുദേവായ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ധ്യായേതാജാനുബാഹും ധൃതശരധനുഷം ബദ്ധപത്മാസനസ്ഥം പീതം വാസോവസാനാം നവകമലദളസ്പർദ്ധിനേത്രം പ്രസന്നം വാമാങ്കാരൂഢ സീതാ മുഖകമലമിളല്ലോചനം നീരദാഭം നാനാലങ്കാരദീപ്തം ദധതമുരുജടാമണ്ഡലം രാമചന്ദ്രം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. താടകാവനം പ്രാപിച്ചീടിനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ, രാഘവ സത്യപരാക്രമവരിധേ രാമ, പോകുമാറിൽ ഈ വഴിയാരുമേ ഇത് കാലം കാടിത് കണ്ടായോ നീ, കാമരൂപിണിയായ താടക ഭയങ്കരി വാണിയിടും ദേശമല്ലോ, അവളെ പേടിച്ചാരും നേർവഴി നടപ്പില്ല, ഭുവനവാസി ജനം ഭുവനേശ്വര പോറ്റി. കൊല്ലണം അവളെ നീ വല്ല ജാതിയും അതിനില്ലൊരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ, മെല്ലവേ ഒന്ന് ചെറിഞ്ഞാളൊലി ചെയ്തു രാമനെല്ലാ ലോകവും ഒന്ന് വിറച്ചിതത് നേരം. ചെറുഞാണൊലി കേട്ട് കോപിച്ചു നിശാചരി പെരിക വേഗത്തോടുമെടുത്തു ഭക്ഷിപ്പാനായി, അന്നേരം ഒരു ശരമയച്ചു രാഘവനും ചെന്നു താടകമാറിൽ കൊണ്ടിതു രാമബാണം. പാരതിൽ മലചിറകറ്റു വീണതുപോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ. സ്വർണരത്നാഭരണഭൂഷിത ഗാത്രിയായി സുന്ദരിയായി തന്നെയും കാണായി വന്നു, ശാപത്താൽ നക്തഞ്ചരിയായോരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജയ. കൗശികമുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാം ആശുരാഘവൻ ഉപദേശിച്ചു സലക്ഷണം. നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനനെ തത്ര വസിച്ചു കാമാശ്രമി. രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു യാത്രയും തുടങ്ങിനാരാസ്തയാ പുലർകാലേ. പുക്കിതോ സിദ്ധാശ്രമം വിശ്വാമിത്രന് മുനിമുഖ്യന്മാരെതിരേറ്റു വന്ദിച്ചാലതു നേരം രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമം ഉൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്താൻ. വിശ്രമിച്ചനന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു, താപസോത്തമാ ഭവാൻ ദീക്ഷിക്കയാഗമിനി, താപം കൂടാതെ രക്ഷിച്ചിടുവനേതും ചെയ്തു. ദുഷ്ടരാം നിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവൻ ബാണം കൊണ്ടു ഞാൻ തപോനിധി. യാഗവും ദീക്ഷിച്ചിതു കൗശികനത് കാലമാഗമിച്ചിതു നക്തഞ്ചരന്മാർ പടയോടും. മധ്യാഹ്നകാലേ മേൽഭാഗത്തിങ്കൽ നിന്നുമത്ര രക്തവൃഷ്ടിയും തുടങ്ങിയിടേണ്ടിനാരതു നേരം. പാരാതെ രണ്ടു ചരം തൊടുത്തു രാമദേവന്മാരീജ സുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൻ. കുന്നിത് സുബാഹുമാ
ഒരു ശരമന്നീരം മരീചനും ഭീതി പൂണ്ടോടിയിടിനാൻ. ചെന്നിതു രാമബാണം പിന്നാലെ കൂടെ കൂടെ കിന്നനായേറി ഒരു യോജന പാഞ്ഞാനവൻ. അർണവം തന്നിൽ ചെന്നു വീണിതു രാമബാണം. അന്നേരം അവിടെയും ചെന്നത് ദഹിപ്പാനായി. പിന്നെ വേറ്റെങ്ങും ഒരു ശരണമില്ല, ഞവനെന്ന് രക്ഷിക്കേണമെന്നഭയം പൊക്കിയിടിനാൻ. ഭക്തവത്സലൻ അഭയം കൊടുത്തത് മൂലം ഭക്തനായി വന്നാൻ അന്ന് തുടങ്ങി മരീചനും. പറ്റലർ കുലകാലനാകെ സൗമിത്രിയും മറ്റുള്ളവടെയെല്ലാം കുന്നിതു ശരങ്ങളാൽ. ദേവകൾ പുഷ്പവൃഷ്ടിയും ചെയ്തത് സന്തോഷത്താൽ. ദേവദുന്ദിവികളും ഘോഷിച്ചിതതു നേരം. യക്ഷകിന്നരസിദ്ധചാരണ ഗന്ധർവന്മാർ തക്ഷണേ കൂപ്പി സ്തുതിച്ചേറ്റവും ആനന്ദിച്ചാർ. വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടു പൂർണ്ണശ്രുപൂർണാർദ്രാകുല നേത്രപത്മങ്ങളോടും ഉത്സംഗി ചേർത്തു പരമാശീർവാദവും ചെയ്തു വത്സന്മാരെയും പുജിപ്പിച്ചതു വാത്സല്യത്താലിരുന്ന് 3 ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു. കൗശികൻ അവരുമായി അരുൾ ചെയ്തത് 4-ാം ദിവസം പിന്നെ മുന്നി. അരുത് വ്യഥാകാലം കളയെന്നുള്ളതേതും ജനകമഹീപതി തന്നെ മഹായജ്ഞമിനി വൈകാതെ കാൺമാൻ പോകനാം വത്സന്മാരേ. ചൊല്ലിടും ത്രയംബകാമാകിനി മഹേശ്വര വില്ലുണ്ടു വിദേഹ രാജ്യത്തിങ്കലിരിക്കുന്നു. ശ്രീ മഹാദേവൻ തന്നെ വെച്ചിരിക്കുന്നു പുരാഭൂമി ബാലേന്ദ്രന്മാലർച്ചിതമനുദിനം. ക്ഷോണി ബാലേന്ദ്ര കുലജാതനാകിയ ഭവാൻ കാണണം മഹാസത്യമാകിയ ധനുരത്നം. താപസേന്ദ്രന്മാരോടും ഈ വണ്ണമരുൾ ചെയ്തു. ഭൂപതിപാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം. ഗൗതമാശ്രമം തത്ര ശോഭൂണ്ടൊരു പുണ്യദേശമാനന്ദപ്രദം. ദിവ്യപ്രാതഫലതാസുമഫലങ്ങളാൽ സർവമോഹനകരം. ജന്തുസഞ്ചയഹീനം കണ്ട് കൗതുകം പൂണ്ട് വിശ്വാമിത്രനെ നോക്കി പുണ്ടരീകേക്ഷണനോ ഈ വണ്ണമരുൾ ചെയ്തു. ആശ്രമപദമിതമാർക്കുള്ള മനോഹരമാശ്രയയോഗവും നാനാ ജന്തു സംവീതം താനും എത്രയും ആഹ്ലാദമുണ്ടായത് മനസ്സിനെ. തത്വമെന്തരുൾ ചെയ്യണം തപോനിരേ എന്നത് കേട്ട് വിശ്വാമിത്രന് മുര ചെയ്തു പന്നകശായി പരമൻ വരൻ തന്നോട് പരമാർത്ഥം. കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാര നീ വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമമുനി. ഗംഗാരോദസി നല്ലോരാശ്രമത്തിങ്കലത്ര മംഗലം വർദ്ധിച്ചിടും തപസാ വാഴും കാലം. ലോകേശുതയായുള്ളോരഹല്യാം ലോകസുന്ദരിയായ ദിവ്യ കന്യകാരത്നം ഗൗതമമുനീന്ദ്രന് കൊടുത്തു വിധാതാവും. കൗതുകം പൂണ്ടു ഭാര്യാഭർത്താക്കന്മാരായവർ ഭർത്തൃശിഷ്യ ബ്രഹ്മചാര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു. ഗൗതമമുനീന്ദ്രനും തന്നുടെ പത്നിയോരഹല്യോടും ചേർന്നു പർണശാലയിലെത്ര വസിച്ചു ചിരകാലം. വിശ്വമോഹിനിയായ ഒരഹല്യാരൂപം കണ്ടു. ദുഷ്യവനനോ കുസുമായുധവശനായ ചെന്തൊണ്ടിവായി മലരും പന്തൊക്കും മുലകളും ചന്തമേറിയും തുടക്കാമ്പുമാസ്വദിപ്പതിനെന്തോരു കഴിവുന്നു ചിന്തിച്ചു ശതമഖൻ ചെന്താർവാണാർത്തി കൊണ്ടു സന്താപം മുഴിക്കയാൽ. സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രീ രൂപം ചിന്തിച്ചു ചിന്തിച്ചങ്കാന്തനായി വന്നല്ലോ. അന്തരാത്മനീ ഭൂതേന്ദ്രനും അതിനിപ്പോൾ അന്തരം വരാതായ ഒരന്തരമെന്തെന്നോർത്ത് ലോകേശാത്മജ സുധനന്ദനനുടെ രൂപം നായകൻ കൈക്കൊണ്ടന്ത്യാമാദീങ്കൽ സന്ധ്യാവന്ദനത്തിന് ഗൗതമൻ പോയ നീര അന്തരാപുക്കാനുട
തന്നുടജാന്തരീപരവശാൽ സൂത്രാമാഹല്യെ പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരം ഗൗതമനും മിത്രൻ തന്നുദയമൊട്ടെടുത്തിയിലെന്ന് കണ്ടു ബദ്ധ സന്ദേഹം ചെന്ന നേരത്ത് കാണായി വന്നു. വൃത്തരാരിക്ക് മുനി ശ്രേഷ്ഠനീ ബലാലപ്പോൾ വിസ്തൃതനായ ഇത്രയും വേപത പൂണ്ടു നിന്നാൻ. തന്നുടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതി കോപം കൈക്കൊണ്ടു മുനീന്ദ്രനും നില്ലാരാകുന്നതിന്തിരോ ദുഷ്ടാത്മാവേ, ചൊല്ലെന്നോട് നീയെല്ലാം ഈ പരമാർത്ഥം വല്ലാതെ മമരൂപം കൈക്കൊള്ളുവാൻ എന്തുമൂലം? നിർലജ്ജനായ ഭവാനീതൊരു മഹാഭാവി, സത്യമെന്നോട് ചൊല്ലിയിടറിഞ്ഞേനല്ലോ തവ. വൃത്താന്തം പറയായിൽ ഭസ്മമാക്കുവേനിപ്പോൾ. ചൊല്ലിനാനത് നേരം താപസേന്ദ്രനെ നോക്കി സ്വർലോകാധിപനായ കാമകിങ്കരനഹ. വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു മൂഢത്വം കൊണ്ടെല്ലാം നിന്തിരുവടി പുറത്തു കൊള്ളേണമേ. സഹസ്രഭകനായി ഭവിക്ക ഭവാനി, സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം. തപസീശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ചാശ്രമമകം പുക്കപ്പോൾ അഹല്യയും വേപത കൊണ്ട് നിൽക്കുന്നത് കണ്ടരുൾ ചെയ്തു. താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാരേ, ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്നു പാരം. ദുഷ്കൃതമൊടുങ്ങുവാനിതി നിന്ന് ചൊല്ലിയിടുവൻ നിഷ്കൃതിയായുള്ളൊരു ദുർധര മഹാവൃതം. കാമകിങ്കരേ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ധ്യാനിച്ചിവിടെ വസിക്കേണം. നീഹാരാതാപവായൂർവർഷാദികളും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം നാനാജന്തുക്കളൊന്നും ഇവിടെ ഉണ്ടായി വരാകാനന ദേശേ മദീയാശ്രമീ മനോഹരേ. ഇങ്ങനെ പല ദിവ്യ വത്സരം കഴിയുമ്പോൾ ഇങ്ങിടുന്നള്ളും രാമദേവനും അനുജനും ശ്രീരാമപാദാംഭോജ സ്പർശമുണ്ടായിടുന്നാൾ. തീരും നിൻ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു വിട്ടുകൂപ്പിനാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു പൂതമാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനിഹിമവൽ പാർശ്വം പുക്കാൻ. അന്നു തൊട്ടിവിടെ വീണീടിനാളഹല്യയും നിന്തിരുമലരടി ചെന്തളിർ പൊടിയേൽപ്പാൻ എന്തോരു കഴിവന്നു. ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുകൊണ്ട് സന്തതം വസിക്കുന്നു. സന്തോഷ സന്താനമേ ചിന്താമണി, ആരാലും കണ്ടുകൂടാതൊരു ഭാഷാണാംഗിയായി ഘോരമാം തപസ്സോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൗതമ പത്നിയുടെ കൽമഷമശേഷവും നിന്നുടെ വാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണമെന്നു തന്നെ നിർമ്മലയായി വന്നീടും അഹല്യാദേവി. എന്നാൽ ഗാന്ധി നന്ദനൻ ദാശരഥിയോടേവം പറഞ്ഞാശു തൃക്കയ്യം പിടിച്ചുടജാങ്കണം പുക്കാൻ. ഉഗ്രമാം തപസ്സോടുമിരിക്കും ശിലാരൂപമഗ്രേ കാണ്ടെന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ. ശ്രീപാദാംബുജം മെല്ലെ വെച്ചു രാമദേവൻ. ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ. കോമളരൂപൻ മുനിപത്നി വണങ്ങിനാൻ. അന്നേരം നാഥൻ തന്നെ കാണായിതഹല്യയ്ക്ക് വന്നോരാനന്ദം ഏതും ചൊല്ലാവതല്ലല്ലോ. താപസ ശ്രേഷ്ഠനായ കൗശിക മുനിയോടും താപസഞ്ജയം നീങ്ങുമാറു സോദരനോടും ശാപനാശനകരനായ ഒരു ദേവൻ തന്നെ ചാപവാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സവത്സത്തോടും സുസ്മിത വക്രത്തോടും ശ്രീവാസാംബുജതല സന്നിഭ നേത്രത്തോടും
വാസവനീലമണിസങ്കാശഗാത്രത്തോടും വാസവാദ്യമൗരഹവന്ദിതം വന്ദിതപാദത്തോടും 10 ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായിതഹല്യയ്ക്കും തന്നെ ഭക്താവായ ഗൗതമ തപോധനൻ തന്നോട് മുന്നമുര ചെയ്തതുമോർത്താളപ്പോൾ നിർണയം നാരായണൻ താനിതു ജഗന്നാഥനോ ജവിലോചനൻ പത്മജാ മനോഹരനിദ്ധമാത്മനീ ചിന്തിച്ചു ദാനം ചെയ്തു ഭക്ത്യ സത്വരമർധ്യാദികൾ കൊണ്ടു പൂജിച്ചീടിനാൾ സന്തോഷാശ്രുക്കളൊഴുക്കിയിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൽ ചിത്തകാമേങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉദ്ദാനം ചെയ്തു മുഹൂരഞ്ജലി ബന്ധത്തോടും വ്യക്തമായ ഒരു കുളകാഞ്ചിത ദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗതവർണ്ണത്തോടും അദ്യനായൊരനാദ്യസ്വരൂപനെ കണ്ടു സദ്യോജാതാനന്ദാബ്ദിമഗ്നയായി സ്തുതി ചെയ്ത ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ജ്ഞാനവോ കൃതാർത്ഥയായി ജഗന്നാഥ നിന്നെ കാണായി വന്നത് മൂലം എത്രയുമല്ല ചൊല്ലാം പത്മജരുദ്രാദികളാൽ അപേക്ഷിതം പാദപത്മസംലനം ലഗ്നപാം സുലേശം ഇന്നെനിക്കല്ലോ സിദ്ധിച്ചു ഭവൽ പ്രസാദാതിരേകത്താൽ അതിനെത്തുമോ ബഹുകൽപകാലമാരാധിച്ചാലും ചിത്രമെത്രയും ചവചേഷ്ടിതം ജഗൽപദേ മർദ്യഭാവേന വിമോഹിപ്പിച്ചിടുന്നി ദേവം ആനന്ദമയനായോരതിമായകൻ പൂർണ്ണൻ ന്യൂനാതിരേക ശൂന്യനജന അചലനല്ലോ ഭവൻ തോൽപാദാംബുജവാം സുപവിത്രഭാഗീരഥി സർവഭൂഷണ വിരിഞ്ചാദികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും തൊൽപ്രഭാവത്താലല്ലോ സിദ്ധിജേനല്ലോ ഞാനും പാദസ്പർശം ഇപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതോ വൈകുണ്ഠ തൽകുണ്ഠാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണവേ ഭർത്തമർത്യനായി അവതരിച്ചോരു പുരുഷം ദേവം ചിതമോഹനം രമണീയദേഹിനം രാമം ശുദ്ധമത്ഭുതവീര്യം സുന്ദരം ധനുർധരം തത്വമധ്യം സത്യസന്ധമാദ്യന്തഹീനം നിത്യമവ്യയം ഭജിച്ചിടുന്നേനി നിത്യം ഭക്തൈവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല യാതൊരു പാദാംബുജമാരായുന്നിതു വേദം യാതൊരു നാഭീതന്നിലുണ്ടായി വിരിഞ്ചനും യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ ചേതസാദൽ സ്വാമി ഞാൻ നിത്യം വണങ്ങുന്നേൻ നാരദമുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീദേവിതാനും ബ്രഹ്മലോകത്തിങ്കൽ നിന്നന്വഹം കീർത്തിക്കുന്നു കൽമഷഹരം രാമചരിതം രസായനം കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായ രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ അദ്യനദ്വയനേകന വ്യക്തന അനാകുലൻ വേദ്യനല്ലാരും എന്നാലും വേദാന്ത വേദ്യൻ പരമൻ പരാപരൻ പരമാത്മാവ് പരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേവല സ്വയം ജ്യോതി സകല ചരാചര ഗുരുകാരുണ്യമൂർത്തി ഭുവന മനോഹരമായ ഒരു രൂപം പൂണ്ടു ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനീ സദാകാലം തിങ്ങിന ഭക്ത്യാ വചിച്ചിടുന്നേൻ
മനസ്സി ഞാൻ സ്വതന്ത്രൻ പരിപൂർണനാനന്ദാത്മാരാമദനന്ദ്രൻ നിജമായ ഗുണബിംബിതനായ ജഗദ്ഭുവസ്ഥിതി സംഹാരാദികൾ ചെയ്വാനഖണ്ഡൻ ബ്രഹ്മാ വിഷ്ണു രുദ്രാമങ്ങൾ പൂണ്ടു ഭേദരൂപങ്ങൾ കൈക്കൊണ്ടോരോ നിർഗുണമൂർത്തി വേദാന്ത വേദ്യൻ മമ ചേതസീ വസിക്കേണം രാമ രാഘവ പാദപങ്കജം നമോസ്തുതേ ശ്രീമയം ശ്രീദേവി പാണിദ്വയ പത്മാർച്ചിതം മാനഹീനന്മാരാം ദിവ്യന്മാരാലനുധ്യേയം മനാർദ്ദം മൂന്നിലമായ ഗ്രാന്തജഗത്രയം ബ്രഹ്മാവിൻ കരങ്ങളാൽ ഷാളിതം വൻഭൂപമം നിർമ്മലം ശംഖുചക്രകുലീശമത്സ്യാങ്കിതം മന്മനോനികേതനം കൽമഷവിനാശനം നിർമ്മലാത്മാനം പരമാസ്പദം നമോസ്തുതേ ജഗദാശ്രയം ഭവാൻ ജഗത്തായതും ഭവാൻ ജഗദാമാദിഭൂതനായതും ഭവാനല്ലോ സർവഭൂതങ്ങളിൽ വസക്തനല്ലോ ഭവാൻ നിർവികാരാത്മാ സാക്ഷിഭൂതനായതും ഭവാൻ അജനവ്യൻ ഭവന ഭവാനചിതൻ നിരഞ്ജനൻ വചസാം വിഷമമല്ലാതൊരാനന്ദമല്ലോ വാച്യവാചകോ ഭയഭേദേന ജഗന്മയൻ വാച്യനായി വരേണമേ വാക്കിനു സദാ മമ കാര്യകാരണകർത്തൃ ഫലസാധനഭേദമായ ബഹുവിധ രൂപയാതോ നിൽക്കുന്നു കേവലമെന്നാകിലും നിന്തിരുവടിയത് സേവകന്മാർക്കു പോലും അറിയാനരുതല്ലോ തൊന്മയാ വിമോഹിത ചേതസാ ജ്ഞാനിനാം തൊന്മഹാത്മ്യങ്ങൾ നേരെ എറിഞ്ഞുകൂടായല്ലോ മാനസേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മാനുഷനെന്ന് കൽപ്പിച്ചിടുവോരജ്ഞാനികൾ പുറത്തുമകത്തുമെല്ലാടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നത് നിത്യം നിന്തിരുവടിയല്ലോ ശുദ്ധനദ്വയൻ സമൻ നിത്യൻ നിർമ്മലനേകൻ ബുദ്ധൻ അവ്യക്തൻ ശാന്തൻ അസംഗൻ നിരാകാരൻ സത്വാദി ഗുണത്രയുക്തയാം ശക്തിയുക്തൻ സത്യം നടുവിൽ വാഴും ജീവാത്മാവായ നാഥൻ ഭക്തനാം മുക്തിപ്രദൻ യുക്താനാം യോഗപ്രദൻ സക്താനാം ഭൂക്തിപ്രദൻ സിദ്ധാനാം സിദ്ധിപ്രദൻ തത്വാധാരാത്മാദേവൻ സകല ജഗന്മയൻ തത്വജ്ഞൻ നിരൂപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ സത്യജ്ഞാനാനന്ദാനന്ദാമൃതാത്മകൻ പരൻ സത്താമാത്രാത്മാ പരമാത്മാ സർവാത്മാ വിഭു സച്ചിൻ ബ്രഹ്മാത്മാ സമസ്തീശ്വരൻ മഹേശ്വരൻ അച്യുതനാദിനാഥൻ സർവദേവതാമയൻ നിന്തിരുവടിയായത് എത്രയും മൂഢാത്മാവായ അന്ധതയായുള്ളൊരു ഞാൻ എങ്ങനെ അറിയുന്നു നിന്തിരുവടിയുടെ തത്വം എന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമ എത്ര കുത്രാവിവസിച്ചീടിലുമെല്ലാ നാളും പൊന്തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണം ഒന്നൊഴിഞ്ഞോ പരം ഞാൻ അർത്ഥിച്ചിടുന്നേയില്ല നമസ്തേ നമോ നമ നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ നമസ്തേ ഹൃഷീകേശ രാമ രാഘവ രാമ നമസ്തേ നാരായണ സന്തതം നമോസ്തുതേ സമസ്ത കർമാർപ്പണം ഭവതി കരോമി ഞാൻ സമസ്തപരാധം ക്ഷമസ്യ ജഗൽപദേ ജനന മരണ ദുഃഖാവഹം ജഗന്നാഥം ദിനനായ കോടി
കോടി സദൃശപ്രഭം രാമം കരസാരസയുഗ സുധൃത ശരചാപം കരുണാകരം കാളജലദ ഭാസം രാമം കനകരുചിര ദിവ്യാംബരം രാമാവരം കനകോജ്വലരത്നകുണ്ടലാഞ്ചിതകണ്ഠം കമലദലലോല വിമല വിലോചനം കമലോത്ഭവനദം മനസാരമാമീടേ പുരതസ്ഥിതം സാക്ഷാദീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൽ ഭക്തിയോടെ ലോകേശാത്മജയാകും അഹല്യദാനം പിന്നെ ലോകേശ്വരാനുജ്ഞയാ പോയത് പവിത്രയായി ഗൗതമനായ തന്റെ ഭക്തിപതിയെ പ്രാപിച്ചുടനാധിയും തീർത്തു വസിച്ചിടിനാളഹല്യം സ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്ന പുമാൻ ശുദ്ധനായ പാപങ്ങൾ നശിച്ചുടെ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കും അത്രയെല്ലാവരും ഐഹിക സൗഖ്യം പുരുഷന്മാർ ഗുണൂനം ഭക്ത്യാനാഥനെ കൃതി സന്നിധാനം ചെയ്തുകൊണ്ട് സ്തുതി ജപിച്ചീടിൽ സാധിക്കും സകലവും പുത്രാർത്ഥി ജപിക്കിലോ നല്ല പുത്രന്മാരുണ്ടാം അർദ്ധാർത്ഥി ജപിച്ചീടിൽ അർദ്ധവും ഏറ്റമുണ്ടാം ഗുരുതൽ ഭഗൻ കനകസ്തേ സുരാബായി ഹരണീസുരഹന്ത പിതൃമാതൃഹാഭോഗി പുരുഷാധമനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം ചേതസീ രാമചന്ദ്രം ധ്യാനിച്ചു ഭക്ത്യാ ജപിച്ചാദരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം സദ്യഹത്തൻ എന്നായിടിൽ പറയണമോ മോക്ഷം സദ്യ സംഭവിച്ചീടും സന്ദേഹമില്ലേതും ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ കായേന വാചാ മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേൽ സ്വഭാവാ കരോമി യദ്ദൽ സകലം പരസ്മൈ നാരായണായേനി സമർപ്പയാമി സർവം നാരായണായേനി സമർപ്പയാമി.